നമുക്കൊന്ന് പരിചയപ്പെടാനായിട്ട് ശ്രമിക്കാം. എല്ലാ പ്രാരാബ്ദങ്ങളും നമ്മൾ ഈ വഴിക്ക് എറിഞ്ഞിട്ടാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ നമുക്ക് എടുക്കാം. ആകുലതകള്, വിഷമതകള്, സ്വപ്നങ്ങള്, ദുഃഖങ്ങള് എല്ലാം ഇവിടെ ഇട്ടിട്ട് നമ്മളിപ്പോ ഒരു ഫാമിലി ആയിട്ട് യാത്ര തുടരുകയാണ്. നമ്മുടെ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ ആരൊക്കെയാന്ന് നമുക്കൊരു ആകാംക്ഷയില്ലേ? അപ്പൊ ഞാൻ പേരൊന്ന് വായിക്കാം. ആ പേരിട്ട് നിങ്ങൾ കാണാപ്പാടം പഠിച്ചോ. എന്നിട്ട് എല്ലാവരും പരസ്പരം പരിചയപ്പെടുമ്പോ ഇന്നയാളെന്ന് ഓർത്തിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ കൈ വെക്കുന്നത് നല്ലതാണ്. ഞാൻ പേര് വിളിക്കുമ്പോ റോസമ്മ ചേറ്റാനി. ഇപ്പൊ എല്ലാവരും നോക്കിക്കോണം കേട്ടോ കൈ വെക്കുന്ന ആളെ. ചിന്നമ്മ കടുവപ്പാറയിൽ. യെസ്. കുര്യൻ ജോസ് കല്ലുംപുറത്ത്. ത്രേസ്യമ്മ പന്നിയമ്മാക്കൽ. ലില്ലി എരമംഗലത്ത്. ലീലാമ്മ മുരിക്കൽ. ജോസഫ് നെല്ലിക്കുന്നത്ത്. മേരി നെല്ലിക്കുന്നത്ത്. റജീന നെല്ലിക്കുന്നത്ത്. ജെനീഫർ നെല്ലിക്കുന്നത്ത്. ജോർജ് ചെങ്കലിൽ. ത്രേസ്യമ്മ ചെങ്കലിൽ. അനബൽ ചെങ്കലിൽ. പാപ്പച്ചൻ കാഞ്ഞുകാരൻ. നീതു കൊച്ചുപുരക്കൽ. ഏലിയാമ്മ പൊയ്കയിൽ. ജോർജ് അടികോലിൽ. ചിന്നമ്മ കാട്ടാങ്കോട്ടിൽ. ജോൺ പാളിത്തോട്ടം. ത്രേസ്യമ്മ കുറുവീട്ടിൽ. ദേവസ്യാച്ചൻ പടിഞ്ഞാറേക്കുന്നത്ത്. ലിസി ദേവസ്യ പടിഞ്ഞാറേക്കുന്നത്ത്. തോമസ് കടുക്കാന്തൊട്ടിയിൽ. ജോസ് തള്ളിക്കാലായിൽ. ലിസി പുല്ലാനിക്കാവിൽ. ലീലാമ്മ വിളയാനിപ്പറമ്പിൽ. ജോണി പെരേപ്പറമ്പിൽ. സെലിൻ കുടക്കച്ചിറ. മേരി ആലഞ്ചേരി. ആലീസ് അന്തിനാട്ട് കണ്ടത്തിൽ. ബിജു ഐത്തമറ്റത്തിൽ. സുമ ഐത്തമറ്റത്തിൽ. ജോസഫ് പുത്തമ്പുര. മേരി പുത്തമ്പുര. ദേവകി കോങ്ങാട്ടുമുറിയിൽ. ഉഷാരത്നം. ജയശ്രീ ആർ. ഏലിയാമ്മ തുമ്പക്കാനായിൽ. ആനിയമ്മ കാരക്കാട്ട്. ഏലിയാമ്മ മണ്ണുംപുറത്ത്. മേരി കണികുളം. ജോയി ആക്കപ്പള്ളി. ജോഷി പുൽപ്പൈ അച്ഛൻ. സിസ്റ്റർ തെരേസ്. ജോർജ് പള്ളിക്കൽ. വർഗീസ് പുതുവയലിൽ. സിസ്റ്റർ മേരി വാഴകാട്ട്. ജോയി മണ്ണന്നൂർ. മേരി ചെരുവിൽ. സിസ്റ്റർ അർപ്പിത ആയാങ്കുടിയിൽ. എന്റെ പേര് മാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്ന സ്നേഹദൈവം. നിത്യജീവനിടുന്നു ദൈവം. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ. അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. നാഥനായി വാഴും ഏകദൈവം. എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ അഭയമല്ലേ. അമ്മേ നീ അഭയമല്ലേ. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിന്റെ താരമേ. അമ്മേ കനിവിന്റെ താരമേ, നീ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ അഭയമല്ലേ. അമ്മേ നീ അഭയമല്ലേ. പ്രാർത്ഥിക്കാം സ്നേഹനാഥേ. ശോഭിക്കുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും ജീവിക്കുകയും ചെയ്യും. കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു.
പരിശുദ്ധൻ സമൂഹത്തിൽ പരിശുദ്ധൻ പരിശുദ്ധൻ പ്രത്യേകമായി അവിടുത്തെ അപ്പൂപ്പി അമ്മേ എന്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ അമ്മേ എന്റെ അമ്മേ എന്റെ ഈശോയുടെ അമ്മേ അമ്മേ എന്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ തളരും നേരം എനിക്കു താങ്ങായി നിൽക്കണമേ നിന്റെ ദയതൻ കൽപ്പടവിൽ നീ എന്നെ ഇരുത്തേണമേ അമ്മേ കനിവിൻ കേദാരമേ നീ എന്റെ വെളിച്ചം ജീവന്റെ തെളിച്ചം നീയൻ അഭയമല്ലേ അമ്മേ നീയൻ അഭയമല്ലേ ഇതിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം ഇവയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം വിശ്വാസമോടെ നീ ദൈവത്തെ നോക്കുകിൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം അവൻ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം ഇലകൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം തേടി വരും സൂര്യങ്ങൾ നിൻചാരത്തോടിയാടഞ്ഞവരെ നീ ഒരു നാളും കൈ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ കാറ്റു വീതച്ചു കോടും കാറ്റു കൊയ്യുന്ന വീട്ടിൽ പൂരങ്ങളിലൂടെ കാറ്റു വീതച്ചു കോടും കാറ്റു കൊയ്യുന്ന വീട്ടിൽ പൂരങ്ങളിലൂടെ അന്തിക്കിടയനെ കാണാതലഞ്ഞിവിട സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിട ഏകനാഥനേശുവിൻ ആത്മാവിൽ ബലം ധരിക്കുവിൻ ഏകനാഥനേശുവിൻ ബലം ധരിക്കുവിൻ ശക്തരാകുവിൻ മുക്തരാകുവിൻ ധീരരായ ശത്രുവോട് പോരാടുവാൻ ശക്തരാകുവിൻ മുക്തരാകുവിൻ ധീരരായ ശത്രുവോട് പോരാടുവാൻ സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. Yes, good, good. ഭൂമിയെ ചെവി തരിക ഞാൻ മക്കളെ പോറ്റി വളർത്തി അവർ എന്നോടു മത്സരിക്കുന്നു ആകാശമേ കേൾക്ക ഭൂമിയെ ചെവി തരിക ഞാൻ മക്കളെ പോറ്റി വളർത്തി അവർ എന്നോടു മത്സരിക്കുന്നു കാടകന്റെ ഉടയവനെ കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നല്ലോ എൻ ഗണമറിയുന്നില്ല ആകാശമേ കേൾക്ക ഭൂമിയെ ചെവി തരിക ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോടു മത്സരിക്കുന്നു തലമുറകൾ തോറും പാടും ഭാഗ്യവ
യവമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതി അമ്മ. യവമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസായായി അമ്മ ദൈവത്തിനു കാക്കാൻ പുണ്യാശ്രമമായി അമ്മ ഈശോ വളരാൻ. പരിചയപ്പെട്ടായിരുന്നു പള്ളി ടൗൺ പള്ളി വെച്ചിട്ട് അല്ലേ? അപ്പൊ നമുക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയാണ് അല്ലേ? അപ്പൊ അങ്ങനെ പിന്നെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ സ്നേഹദീപം കൂട്ടായ്മയിലെ അംഗങ്ങളെ, അത് പറഞ്ഞു കുഞ്ഞുമക്കളെ, നമുക്കറിയാം ഈ യാത്ര എന്ന് പറയുന്നത് തുടങ്ങിയിട്ട് 1.5 വർഷമായി. യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെറുപ്പക്കാരായിക്കൊണ്ടിരിക്കുകയാണ്. പ്രായമായെന്നൊക്കെ പറയുന്ന മനുഷ്യർ നമ്മളൊക്കെ യാത്ര ചെയ്യുന്നതോറും ചെറുപ്പമായിക്കൊണ്ടിരിക്കുന്ന അതാണ് നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ നമ്മുടെ വീട്ടിൽ കൂടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്കറിയാം ഈ സംഘം എന്ന് പറയുന്നത് സ്നേഹജ്വാല സൊസൈറ്റിയോടനുബന്ധിച്ച് നടക്കുന്ന സ്നേഹദീപം കൂട്ടായ്മ, വയോജന കൂട്ടായ്മയൊക്കെയാണ് അതിന്റെ പേരെങ്കിൽ പോലും ഇപ്പോൾ ആരും വയോജനങ്ങളായിട്ടില്ല. എല്ലാവരും നല്ല യുവ കോളന്മാരായിട്ടാണ് ഇരിക്കുന്നത്, ചെറുപ്പക്കാരാണ്. 60 ഒരാൾ 60 ആയില്ല, അതിനുമുമ്പ് പറയാതെ. അപ്പൊ അങ്ങനെ 20, 25, 40, 60, 80, 90 വരെ ഉള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വളരെ സന്തോഷമായിട്ട് പ്രായവ്യത്യാസമില്ല. പ്രായമൊന്നും നമ്മൾ പറയുന്നില്ല, പ്രായമില്ല. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ പോലെ എഴുത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സന്തോഷപരമായ ഒരു കാലഘട്ടം നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ യാത്രയിലേക്ക് എന്റെ പേരിലും സ്നേഹദീപം കൂട്ടായ്മയുടെ പേരിലും സ്വാഗതം നേരുകയാണ്. ഈ സംഘത്തെ പറ്റി അറിയാത്തവർക്ക് വേണ്ടി 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ കൂട്ടത്തിൽ സംഘത്തെ പറ്റി അറിയാമെങ്കിലും ആദ്യമായിട്ട് നമ്മളോടൊപ്പം ആയിരിക്കുന്നവരുണ്ട്. അപ്പൊ അവരെയൊക്കെ ഇന്ന് പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. ഒരാളുടെ നമ്മുടെ എൻ്റെ ഒരു പെങ്ങളാണ്. പുള്ളിക്കാലത്തേക്ക് അടിച്ചുപൊളി പാട്ട്, ഇത്രയും ഞാൻ വിചാരിച്ചില്ല. പാട്ടൊക്കെ അമ്മയെ കല്യ മാതാവിനൊക്കെ പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഭയങ്കരമായ പാട്ടൊക്കെ പാടി, ലീലാമ്മ ഒക്കെ. അപ്പൊ അങ്ങനെ പുതിയ ആൾക്കാരൊക്കെ വന്ന് അവരുടെ എന്താ പറയുന്ന എല്ലാ കഴിവുകളും ചെറുപ്പമായിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തില് തീർച്ചയായിട്ടും നമുക്ക് മറ്റു കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. എല്ലാ മാസവും നമ്മൾ ഇതുപോലെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഓരം ചേർന്ന് നടന്നോരും പല പാണ്ടിക്കുന്നുകയറുന്നേ. നീലദീപം
സഖികളെ ജ്വാലമുഖികളെ ജ്യോതിർമയിയാം മുഴസിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം 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 അഞ്ജനക്കല്ലുകൾ നീലുകിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി അഞ്ജനക്കല്ലുകൾ നീലുകിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ മന്ദിരമേ പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ നിന്റെ നാലുകെട്ടിന്റെ പടിപ്പുറത്ത് ഞാൻ എന്റെ മുറി കൂടി പണിയിച്ചോട്ടെ മറിയം മുറ്റത്ത് തിരുപുരീശവെടുത്തു നാട്ടേ മറിയം ഈ വീടിന് ഉണ്ടാകണേ. നീലത്താമര നീകൾ തുറന്നു എന്നെ നോക്കിയിരുന്നു ചൈതമുണ്ടാത്തു കണ്ടു എന്റെ പുഷ്പകാലം നിരദീപം ചാർത്തുന്നു നീലേ നീലേ മാനം മാനം നീലേ മഞ്ഞിൻ കൂടാരം അതിനാരോ ആരോ ആരോ നിരദീപം ചാർത്തുന്നു. നല്ല യാത്രയായിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി ഇതുപോലെയുള്ള യാത്രകൾ പ്രതീക്ഷിക്കുന്നു, വരാൻ സാധിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയൊരു യാത്രയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാത്തിനും ദൈവത്തിനോട് നന്ദി പറയുന്നു. താങ്ക്സ്. സമ്മറാണ് ഈ ഗ്രൂപ്പിലെ ആദ്യ പേരുകളാണ്. എൻ്റെ പേര് ലീലാമ്മ എന്നാണ് ഞങ്ങൾ ഭൂതാനത്താണ് താമസം. അപ്പോൾ ആദ്യമായി ഈ ഗ്രൂപ്പിൽ വരുവാനും ഇങ്ങനെയൊരു ടൂറിന് പോകാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ടൂറിൻ്റെ സെക്രട്ടറി അച്ഛൻ വരുമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ അച്ഛനുണ്ടായിരുന്നു. കുർബാന കാണുവാനും ബാക്കി സിസ്റ്റേഴ്സിനും എല്ലാവർക്കും വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹ നമസ്കാരം. ഞാൻ
വളരെ ആകസ്മികമായിട്ടാണ് ഈ യാത്രയിൽ പങ്കുചേരുന്നത്. ഉഷ ടീച്ചർ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജയശ്രീ നമുക്ക് പള്ളിയിൽ നിന്നൊരു യാത്ര പോകുന്നുണ്ട്, നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എവിടേക്ക് പോകുന്ന ടീച്ചറിനെ ചോദിച്ചു. ടീച്ചർ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു. ആ ശരി, ഓക്കെ, ഞാനും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്നൊരു തയ്യാറെടുപ്പൊന്നും ഇല്ലാതെയാണ് ഈ യാത്രയിൽ പങ്കെടുത്തത്. ആദ്യം എനിക്ക് അപരിചിതരായിരിക്കുമല്ലോ എന്നൊരു ചെറിയൊരു ആശങ്ക എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇതിനുള്ളിൽ തന്നെ പരിചയമുള്ള ഒരുപാട് മുഖങ്ങൾ എനിക്കുണ്ട്. അതുകൂടാതെ എൻ്റെ പ്രിയപ്പെട്ട ലിസി ടീച്ചറും ഉഷ ടീച്ചറുമായിട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് വർഷം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുകയും ഇതുപോലെ ഒരുപാട് യാത്രകളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് വർഷങ്ങളായി അതിനൊന്നും ഞങ്ങൾ പല സ്ഥലത്തായി പോയതുകൊണ്ട് അതിനൊന്നും സാധിക്കുന്നില്ലായിരുന്നു. ഈ യാത്രയിൽ അവരോടൊപ്പം ഇങ്ങനെ ഒരു യാത്ര ചെയ്യാൻ കഴിഞ്ഞതിൽ ഏറ്റവും അധികം സന്തോഷം ഈ അവസരത്തിൽ എനിക്കുണ്ട്. ഈ യാത്രയിലുള്ള എല്ലാ ഓർമ്മകളും, എല്ലാ നല്ല നിമിഷങ്ങളെയും നല്ല ഓർമ്മകളായി ഞാൻ സൂക്ഷിക്കുകയും ചെയ്യും. ഏറ്റവും അധികം എനിക്ക് ഒരു സന്തോഷം തോന്നിയതും എന്താ പറയുക, മനസ്സിന് വളരെയധികം ആശ്വാസം തോന്നിയതുമായ ഒരു കാര്യം രാവിലെ തന്നെ ആ പള്ളിയിൽ വന്ന് ആ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ പഠിച്ച സ്കൂളുകളിൽ സിസ്റ്റേഴ്സുമൊക്കെ ആയിട്ട് എനിക്ക് ഒരുപാട് അടുത്ത സ്നേഹബന്ധങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വർക്ക് ചെയ്ത സമയത്തും അതുപോലെയുണ്ട്. അപ്പം ഞാൻ ചെറുപ്പത്തിലെ തന്നെ പള്ളിയിലൊക്കെ പോവുകയും പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇന്നാണ് ഇത്രയും കൂടുതൽ സമയം പള്ളിയിൽ ചിലവഴിച്ചത്. അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഇനി ഞങ്ങളെ പോലെയുള്ളവരൊക്കെ എല്ലാ ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്തുകൊണ്ടുള്ള യാത്രയാണ് നമ്മുടെ വിനോദയാത്ര. വിനോദമെന്ന് പേരുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ഇതിനെല്ലാം വളരെ ഹാപ്പിയായിട്ട് ഫേസ് ചെയ്തോടെ എത്തി. വളരെ സന്തോഷം. വീണ്ടും നമുക്ക് കാണാം. കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞതിൽ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. ഞങ്ങൾക്കനുഗ്രഹം